ഹലോ. അപ്പം ICC T20 വേൾഡ് കപ്പിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ സെമി ഫൈനൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലൻഡ്. അതും ഇന്ത്യയുടെ ലാസ്റ്റ് മാച്ച് നടന്ന അതേ ഗ്രൗണ്ടിൽ, അതായത് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് കളി കണ്ടവർക്കറിയാം പിച്ചിനെ പറ്റി ഏകദേശം ഒരു ധാരണ. അപ്പം ഇന്നത്തെ കളിയുടെ പിച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് കളി നടന്നതിൻ്റെ പിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പിച്ചാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇതുവരെയുള്ള ന്യൂസിൽ നിന്നെല്ലാം മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ പറയുവാണെങ്കിൽ ഒരു ഈക്വൽ ഡയമെൻഷൻ ആയിരിക്കും പിച്ചിൽ നിന്ന് എല്ലാ ബൗണ്ടറിയിലേക്കും വരുന്നത്. ലാസ്റ്റ് കളി കണ്ട പോലെ തന്നെ ഒരു ചേസിംഗ് തന്നെയായിരിക്കും ടോസ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഫസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു സെറ്റ് ചെയ്ത ടാർഗറ്റ്, ഒരു 200 അടുത്ത് ടാർഗറ്റ് ഉണ്ടായിട്ട് പോലും ഇന്ത്യ ഓൾമോസ്റ്റ് ഒരു 19.2 ഓവറിൽ തന്നെ അത് ചേസ് ചെയ്യുന്നതാണ് കണ്ടത്. മെയിനായിട്ട് ഡ്യൂവിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ടോസ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഒബ്വിയസ്ലി ചേസിംഗ് തന്നെ തിരഞ്ഞെടുക്കും. പിന്നെ ടീമിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ടൂർണമെന്റിൽ ഒരു കളി പോലും തോൽക്കാതെ വന്നൊരു ടീം എന്നൊരു റെക്കോർഡ് സൗത്ത് ആഫ്രിക്കയാണ് ഉള്ളത്. ന്യൂസിലൻഡ് ആകട്ടെ ജയവും തോൽവി എല്ലാം കൂടെ മാറി മറിഞ്ഞ് ലാസ്റ്റ് കളിയിലും തോൽവിയായിട്ട് അവർക്ക് അടുത്ത ടീമിൻ്റെ, അതായത് പാകിസ്ഥാൻ്റെ ശ്രീലങ്കയും തമ്മിലുള്ള ആ മത്സരത്തിൻ്റെ ഒരു റിസൾട്ടിനെ നോക്കിയിരുന്നിട്ട് വേണ്ടിയിരുന്നു അവർക്ക് അവർ സെമി ഫൈനലിലേക്ക് മുന്നോട്ടുള്ള ഒരു യാത്ര കൺഫേം ആകാനായിട്ടിരുന്നത്. അപ്പം അതുപോലൊരു എന്താ ചെയ്യുന്നത്, ഒരു മീഡിയോക്കോർ ഫോമിൽ നിൽക്കുന്ന ഒരു ടീമും ഒരു ഹൈ ഫോമിൽ നിൽക്കുന്ന ഒരു ടീമും തമ്മിലാണ് ഫസ്റ്റ് സെമി ഫൈനൽ. അപ്പം ഒബ്വിയസ്ലി ഓൾ ദ ഓഡ്സ് വിൽ ഫേവർ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു സ്റ്റാർ പ്ലെയർ എന്ന് പറയുന്നത് ഐഡൻ മക്രമാണ്. പുള്ളി ഓപ്പണിങ്ങിൽ വളരെ നല്ലൊരു തുടക്കമാണ് ഡീകോക്കിൻ്റെ കൂടെ മിക്ക കളിയിലും കൊടുത്തിരിക്കുന്നത്. ടൂർണമെന്റ് ടോപ്പ് സ്കോറിൽ ഓൾമോസ്റ്റ് ടോപ്പ് 10 തന്നെ പുള്ളി ഉണ്ട്. അപ്പം മാത്രമല്ല പാർട്ട് ടൈം ഒരു ബോളറും കൂടിയാണ് അദ്ദേഹം. അപ്പം സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡറിന്റെ വിക്കറ്റ് മോസ്റ്റ്ലി ന്യൂസിലൻഡിന് ആദ്യം തന്നെ എടുക്കാൻ സാധിച്ചാൽ പോലും പിന്നെ വരാൻ പോകുന്നത് ഡെവാൽ ബ്രേവിസ്, സ്ട്രബ്സ്, രചിൻ രവീന്ദ്ര അതുപോലുള്ള ഒരുപറ്റം കളിക്കാരാണ്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസിലൻഡിന്റെ ഫേവറായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ന്യൂസിലൻഡിനാകട്ടെ ഫോമിൽ എന്ന് പറയാനായിട്ട് ആകെ അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാനർ, പിന്നെ ഇടയ്ക്ക് ഫോം ആകും എന്ന് നമുക്ക് തോന്നുന്ന പോലെ ഒരു കളിക്കാരനുമാണ് ഗ്ലെൻ ഫിലിപ്സ്. ഇവർ രണ്ടുപേരും ഒഴിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ ടിം സിഫർട്ട് ഇടയ്ക്ക് ഓരോ കളികളിൽ നല്ല തുറക്കം കൊടുക്കുമെങ്കിലും പുള്ളി അങ്ങോട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനല്ല. പിന്നെ രചിൻ രവീന്ദ്ര ആണെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു കോൾഡ് ആൻഡ് ഹോട്ട് ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേന് മെയിനായിട്ടൊരു ഫേവറേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. പിന്നെ സൗത്ത് ആഫ്രിക്ക ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സെമിയിലെ വിജയമായിരിക്കും നേരിടുന്നത്. സെക്കൻഡ് സെമി നമ്മുടെ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ. ഇനി എങ്ങാനും ഇന്ത്യയാണ് സെമിയിൽ ജയിച്ച് ഫൈനൽ വരുന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇന്ത്യ, ഇന്നത്തെ കളിയുടെ റിസൾട്ടും നാളത്തെ കളിയുടെ റിസൾട്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ അതൊരു റിസ്കി ആയിട്ടുള്ള ഫൈനലാണ് ഇന്ത്യക്ക് വരാൻ പോകുന്നത്. കാരണം അടുത്തത് അഹമ്മദാബാദ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട്. ഇന്ത്യക്ക് അത്രയും നല്ല ഫൈനൽ റെക്കോർഡ്സ് പറയാൻ പറ്റാത്തൊരു ഗ്രൗണ്ടാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ T20 വേൾഡ് കപ്പിലെ മോസ്റ്റ് ഓഫ് ദി മാച്ചസ് കളിച്ച ടീമായ സൗത്ത് ആഫ്രിക്ക കൂടി അവിടെയാണ് ഫൈനലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്ക ഉണ്ടാവും. മാത്രമല്ല സൂപ്പർ 8 ഓൾറെഡി ഇന്ത്യ തോപ്പിച്ച ഒരു ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക കൂടിയാണ്. അപ്പം എന്തായാലും ഇന്ത്യ ഫൈനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മാച്ചപ്പ് എന്ന് പറയുന്നത് ന്യൂസിലൻഡ് തന്നെയായിരിക്കും. അപ്പം പക്ഷേ ഒരു മികച്ച ടീം, അല്ലെങ്കിൽ ഇത്ര നാൾ മികച്ച പ്രകടനം നടത്തിയ ടീം എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് റിസൾട്ടിനായി കാത്തിരിക്കാം. താങ്ക് യു.